Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic centerless type of grinding and abrasive machining in S5 Mechanical Engineering. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഗ്രൈൻഡിങ്ങിൻ്റെ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞായിരുന്നു സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ്ങും സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ്ങും എന്നുള്ളത് പറഞ്ഞായിരുന്നു. സോ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് സെൻറ്റേഴ്സിൻ്റെ ഇടയിലായിട്ട് ഹെഡ് സെൻറ്ററിൻ്റെയും ഹെഡ് സ്റ്റോക്കിൻ്റെയും ടെയിൽ സ്റ്റോക്കിൻ്റെയും ഇടയിലായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞായിരുന്നു. സോ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സെൻറ്റർലെസ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മെഷീനിൽ നമുക്ക് ഹെഡ് സ്റ്റോക്ക് ടെയിൽ സ്റ്റോക്ക് അങ്ങനെയുള്ളൊരു പാർട്ട് വരുന്നില്ല. സോ ഇവിടെ നമ്മൾ വർക്ക് പീസിനെ ഇവിടെ ഈ പറഞ്ഞ ഒരു രണ്ട് വീൽസ് ഉണ്ടാകും. അതിൽ ഒന്ന് സ്റ്റേഷനറി വീല് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് വീല്, പിന്നെ ഒന്ന് മൂവിങ് വീൽ എന്നുള്ള രീതിയിൽ. സോ ഈ രണ്ട് വീൽസിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ വർക്ക് പീസിനെ നമ്മൾ വയ്ക്കുന്നത്. അപ്പം ഇതിൽ ഈ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ വർക്ക് പീസും ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഇവിടെ ഒരു ഗ്രൈൻഡിങ് ഓപ്പറേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഈ മൂവിങ് വീൽ വെച്ചാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് ഈ പറഞ്ഞ വർക്ക് പീസിന്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇത് രണ്ടും ഗ്രൈൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് ഈ പറഞ്ഞ സെൻറ്റർലെസ് ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ എന്നുള്ളത് വരുന്നത്. സോ ഇവിടെ സെൻറ്റർ ഹോൾസ്, ഡ്രൈവേഴ്സ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ഫീഡ് കൊടുക്കുന്നത് ത്രൂ ഫീഡ്, എൻ ഫീഡ്, ഇൻ ഫീഡ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ മെത്തേഡ് ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. ഇനി ഇൻറ്റേർണൽ ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അകത്തുള്ള, അതായത് ഇൻറ്റേർണൽ ഡയമീറ്റേഴ്സ്, ബോർസ്, ട്യൂബ്സ്, ഇതിൻ്റെയൊക്കെ അകംഭാഗത്തുള്ള ഇൻറ്റേർണൽ ഡയമീറ്റർ, ഇൻറ്റേർണൽ സർഫസ് ഏരിയ വരുന്നത്, ഇൻറ്റേർണൽ ഡയമീറ്ററിൻ്റെ ആ ഒരു സർഫസ് ഏരിയ വരുന്ന ഭാഗം ഡയമെൻഷൻ ചെയ്തെടുക്കാനായിട്ടാണ്, മെഷീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ ഗ്രൈൻഡേഴ്സ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സോ ഇൻറ്റേർണൽ ഗ്രൈൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്ന ടെയിൽ സ്റ്റോക്കിന് പകരം ഒരു റൊട്ടേറ്റിംഗ് സ്പിൻഡിലായിരിക്കും വരുന്നത്. ആ സ്പിൻഡിലിൽ നമുക്ക് നമ്മുടെ ടൂള് വയ്ക്കാനായിട്ട് പറ്റും. ടൂൾ എന്ന് പറയുന്നത് ഒരു അബ്രസീവ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അത് ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ വയ്ക്കാൻ പറ്റും. അതിനെ നമുക്ക് വർക്ക് പീസിനെ നമ്മൾ ടൂൾ ഹെഡ്, വർക്ക് ഹെഡിൽ ഹോൾഡ് ചെയ്യുന്നു, അത് റൊട്ടേറ്റ് ചെയ്യും. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ സ്പിൻഡിലിനെ നമുക്ക് ഇൻവേർഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ടും പറ്റും. സോ ഇവിടെ 3 ടൈപ്സ് വരുന്ന ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വർക്ക് ഹോൾഡിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ചക്കിംഗ് ടൈപ്പ്, പിന്നെ പ്ലാനറ്ററി ടൈപ്പ്, പിന്നെ സെൻറ്റർലെസ് ടൈപ്പ് എന്നിങ്ങനെ 3 ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് പർപ്പസ്, ഈ ഒരു ഹോൾ, ഇൻറ്റേർണൽ ഹോള്, കറക്റ്റ് സൈസ്, സർഫസ് ക്വാളിറ്റി എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ചക്കിംഗ് ടൈപ്പ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാനറ്ററി ടൈപ്പ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. ഈ വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ചക്കിംഗ് ടൈപ്പ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസിനെ നമ്മളൊരു ചക്കിൽ ഫിക്സ് ചെയ്ത് അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻറ്റേർണൽ ഡയമീറ്റർ കൊടുക്കാൻ ടെയിൽ സ്റ്റോക്കിൽ ആ ഒരു ടൂളിനെ വെച്ചിട്ട് നമ്മൾ അത് വർക്ക് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റർലെസ് ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെൻറ്റർലെസ് ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പം ഇവിടെ വർക്ക് ഹെഡ് അല്ല വരുന്നത്, പകരം വരുന്നത് 3 റോൾസ് ആണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വർക്കിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. ഇതിവിടെ ഒരു ഗ്രൈൻഡിങ് വീൽ ഉണ്ടാകും, ഒരു റെഗുലേറ്റിംഗ് വീല്, ഒരു പ്രഷർ റോള്, ഒരു സപ്പോർട്ടിംഗ് റോള് എന്നിങ്ങനെ 4 റോളേഴ്സ് ഉണ്ട്. സോ ഇതിൻ്റെ അകത്താണ് ഈ വർക്ക് പീസ്, ഹോളോ ടൈപ്പ് വർക്ക് പീസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു ഗ്രൈൻഡിങ് വീലിനെ വയ്ക്കുന്നത്. ഈ ഗ്രൈൻഡിങ് വീലിനെ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൻ്റെ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും, റെഗുലേറ്റിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗ്രൈൻഡിങ് വീലും റൊട്ടേറ്റ് ചെയ്യും, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യും. വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അകത്തുള്ള ഗ്രൈൻഡിങ് വീലും അതിനൊരു റൊട്ടേഷൻ കിട്ടും. അതുവഴി ഇൻറ്റേർണൽ സർഫസ് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്റിംഗ് വീലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ പറഞ്ഞ ഗ്രൈൻഡിങ്ങിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അടുത്ത വരുന്നത് സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ എന്നാണ്. ഈ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് വരുന്നത് ഒരു സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക്
ഒരു മൂവിങ് ടേബിൾ ഉണ്ടാവും. ആ മൂവിങ് ടേബിളിലാണ് നമ്മൾ വർക്ക് പീസിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. അതിന് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ സ്പിൻഡിൽ, വെർട്ടിക്കൽ സ്പിൻഡിൽ എന്നിങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോ ഈ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഈ സ്പിൻഡിലിൽ മൗണ്ട് ചെയ്തൊക്കെ ആയിരിക്കും. അതിന് നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഒരു 350 to ഒരു 500 മില്ലിമീറ്റർ വരെയുള്ള വർക്ക് പീസ് നമുക്കതിൽ മെഷീൻ ചെയ്യാനായിട്ട് പറ്റും. ടേബിളിന് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റും ക്രോസ് വൈസ് മൂവ്മെൻറ്റും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന പ്ലേനാർ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ വിത്ത് വെർട്ടിക്കൽ സ്പിൻഡിൽ ഓർ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ, റോട്ടറി ടേബിൾ വരുന്നുണ്ട്. റോട്ടറി ടേബിൾ വിത്ത് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ യൂസ് ചെയ്യുന്നത്. ഇനി വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ചക്കിംഗ് ടൈപ്പ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാനറ്ററി ടൈപ്പ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. ഈ വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ചക്കിംഗ് ടൈപ്പ് എന്നുള്ള ഇനി അടുത്ത സെൻറ്റർലെസ് ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും, ഈ സെൻറ്റർലെസ് ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പം ഇവിടെ വർക്ക് ഹെഡ് അല്ല വരുന്നത്, പകരം വരുന്നത് 3 റോൾസ് ആണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വർക്കിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. മെഷീനിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. സോ ഇനി എലമെൻറ്റ്സ് ഓഫ് എ ഗ്രൈൻഡിങ് വീൽ എന്തൊക്കെയാണ് ഈ പറഞ്ഞ എലമെൻറ്റ്സ് വരുന്നതെന്നുള്ളത്. അതിൻ്റെ അകത്ത് അബ്രസീവ് ഗ്രിഡ്സ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ആൻഡ് സ്ട്രക്ചറും വരുന്നുണ്ട്. സോ ഇത് ഇത്രയുമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് വരുന്നത്. അബ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രിഡ്സിന് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അബ്രസീവ്നെസ് എന്ന് പറയുന്നത്. സോ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്നെസ് ഉണ്ടാവണം, ടഫ്നെസ് ഉണ്ടാവണം, റെസിസ്റ്റൻസ് ടു ഫ്രാക്ചർ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഈ പറഞ്ഞ അബ്രസീവ് മെറ്റീരിയലിന് ഉണ്ടായിരിക്കണം, അബ്രസീവ് ഗ്രിഡ്സിന് ഉണ്ടായിരിക്കണം. ഇതിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ അബ്രസീവ്സും ആർട്ടിഫിഷ്യൽ അബ്രസീവ്സും എന്നിങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ നാച്ചുറൽ അബ്രസീവ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എക്സാമ്പിൾ സാൻഡ് സ്റ്റോണ്, സോളിഡ് കോട്ട്സ്, എമറി, മാഗ്നൈറ്റ്, ഗ്രാനൈറ്റ്, ഡയമണ്ട് ഇതൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ അബ്രസീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന അബ്രസീവ്സ് ആണ്. സോ അവിടെ വരുമ്പോഴത്തേക്കും സിലിക്കൺ കാർബൈഡ്, ബോറോൺ കാർബൈഡ്, ആർട്ടിഫിഷ്യൽ ഡയമണ്ട്, അലുമിനിയം ഓക്സൈഡ് ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ അബ്രസീവ്സിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന പ്ലേനാർ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ വിത്ത് വെർട്ടിക്കൽ സ്പിൻഡിൽ ഓർ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ, റോട്ടറി ടേബിൾ വരുന്നുണ്ട്. റോട്ടറി ടേബിൾ വിത്ത് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. സോ നാച്ചുറൽ അബ്രസീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് സാൻഡ് സ്റ്റോൺ അല്ലെങ്കിൽ സോളിഡ് കോട്ട്സ് എന്നുള്ളത്, പിന്നെ എമറി എന്നുള്ളത്, കൊറൻഡം എന്നുള്ളത്, ഡയമണ്ട്. സോ സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ അബ്രസീവ് ആണ്. ആൻഡ് എമറി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നാച്ചുറൽ ആയിട്ടുള്ള അലുമിനിയം ഓക്സൈഡ് കണ്ടന്റ് ഉണ്ട്. 55 to 65% അലുമിനിയം ഉണ്ട്. ആൻഡ് ബാക്കി വരുന്നത് അയൺ ഓക്സൈഡും ഇമ്പ്യൂരിറ്റീസും ചേർന്നിട്ടാണ് വരുന്നത്. കൊറണ്ടം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഓക്സൈഡാണ് കൂടുതൽ വരുന്നത്. അലുമിനിയം ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് വരുന്നത് ഒരു 75 to 95% ആണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ അബ്രസീവ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത് വരുന്നത് സിലിക്കൺ കാർബൈഡാണ്. അതിനെ തന്നെ നമ്മൾ
കാർബോറണ്ടം അല്ലെങ്കിൽ ക്രിസ്റ്റാലോൺ എന്നുള്ളത് പേരിലും വിളിക്കുന്നുണ്ട്. സോ ഇതിനെ ഒരു സിലിക്ക പൗഡർ 34 പാർട്സ് ഓഫ് പൗഡർഡ് കേക്ക്, പാർട്സ് ഓഫ് സാൾട്ട് ആൻഡ് 12 പാർട്സ് ഓഫ് സോഡസ്റ്റ് എന്നുള്ളതെല്ലാം കൂടെ ചേർത്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സിലിക്കൺ കാർബൈഡ് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഗ്രീൻ ഗ്രിറ്റ് വിത്ത് 97% സിലിക്കൺ കാർബണേറ്റും ബ്ലാക്ക് ഗ്രിറ്റ് വിത്ത് 95% സിലിക്കൺ കാർബണേറ്റും എന്നിങ്ങനെ 2ആയിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇത് ഡയമണ്ടിനെക്കാട്ടിലും ഹാർഡ്നെസ് കുറവാണ്. പക്ഷേ അലുമിനിയം ഓക്സൈഡിനേക്കാട്ടിലും കുറച്ചുകൂടെ ടഫായിട്ടാണ് ഈ സിലിക്കൺ കാർബൈഡിൻ്റെ ഇത് വരുന്നത്. ഇതെന്ന് പറഞ്ഞ് ഈ സിലിക്കൺ കാർബൈഡ് സ്റ്റോൺ, സെറാമിക് ഗ്രേ, കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ്, അലുമിനിയം എന്നിങ്ങനെയുള്ളതൊക്കെ മെഷീൻ ചെയ്യാനായിട്ടാണ്, ഗ്രൈൻഡിങ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് അലൻഡം അല്ലെങ്കിൽ അലോക്സൈറ്റ് എന്നുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ ബോക്സൈറ്റ് ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. മിനറൽ ബോക്സൈറ്റ്, ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡ് കണ്ടെയ്നിങ് സിലിക്ക, അയൺ ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, ഗ്രൗണ്ട് കോക്ക്, ഇതെല്ലാം കൂടെ ഇലക്ട്രിക് ഫർണസിൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഈ അലുമിനിയം ഓക്സൈഡ് നിർമ്മിച്ചെടുക്കുന്നത്. ഇത് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലുള്ള മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനായിട്ട്, ഗ്രൈൻഡിങ് ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ.